നമസ്കാരം, പ്രേമരാജൻ മുന്നാട്. അപ്പോൾ എന്താ പറയേണ്ടത്, DYFI എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്തെ യുവജനങ്ങളുടെ വലിയൊരു പ്രതീക്ഷയാണ്. ഈ സംസ്ഥാനത്തെ യുവജനങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്. ആ സംഘടനയെക്കുറിച്ച് ആളുകൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, ആ സംഘടനയെക്കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. DYFI ആശയാണ്, ആവേശമാണ് ഈ നാടിൻ്റെ. ഈ DYFIയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നലെ പൂർത്തീകരിച്ചു. പുതിയ നേതൃത്വം വന്നു. ആ പുതിയ നേതൃത്വത്തിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. അതങ്ങനെ പറയാൻ കാരണം, ഈ നമ്മുടെ പാർട്ടി പഠിച്ചാലും പഠിക്കില്ല, ഇപ്പോഴും അവർ ആ പഴയ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. വീണ്ടും നീ നന്നാവില്ല എന്ന് തെളിയിച്ചല്ലോ ദാസ എന്ന് നാടോടിക്കാറ്റിലെ മോഹൻലാലിൻ്റെ ഡയലോഗ് പോലെയാണ്. വീണ്ടും DYFIയും പാർട്ടിയും തെളിയിച്ചല്ലോ നിങ്ങളുടെ ഇത് മാറ്റില്ല, നിങ്ങളുടെ തലക്കനവും നിങ്ങളുടെ ശൈലിയും മാറ്റില്ല എന്ന്. DYFIക്ക് പ്രവർത്തിക്കാൻ ആളില്ലായിട്ടാണോ? നേതൃനിരയിലേക്ക് വരാൻ ആളില്ലായിട്ടാണോ? ഒരു പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ പ്രതിയായി കോടതി ശിക്ഷിച്ച ഒരാളെ DYFIയുടെ ജില്ലാ നേതൃത്വത്തിൽ ജില്ലാ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇപ്പോൾ DYFIക്കാർ പല നിലയിൽ പ്രതികരിക്കാനും ചിലവർ പാർട്ടീനെ നന്നാക്കാൻ വരണ്ടെന്നൊക്കെ പറയുന്ന ആളുണ്ട്. പാർട്ടിയെ DYFIനെ നന്നാക്കാനേ ഇല്ല. ഒരുപാട് കാലം പ്രവർത്തിച്ച നെഞ്ചിലേറ്റിയ ഒരു പ്രസ്ഥാനം, സംഘടന എന്നുള്ള നിലയിൽ ഇപ്പോഴും ഇപ്പം DYFIയിലെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നാളെ എൻ്റെ മകനെ DYFIയിലേക്ക് അയക്കേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തിനുണ്ടാകുന്ന അപജയത്തെ, അധപ്പതനത്തെ ചൂണ്ടിക്കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് ചൂണ്ടിക്കാണിക്കും, പറയും. നിങ്ങൾ പറഞ്ഞു, കോടതി പറഞ്ഞു CBI കൂട്ടിലിട്ട തത്തയാണ്, കേന്ദ്ര ഏജൻസികൾ അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ നാഴികക്ക് 40 വട്ടം കോടതി പറഞ്ഞിട്ടല്ലേ പറയുന്നത്. കോടതി CBI കൂട്ടിലിട്ട തത്തയാണെന്ന് പറയുമ്പോൾ കോടതിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിഷാദ് കോടതി പറഞ്ഞു ഒരു പ്രതിയാണ്, കുറ്റം ചെയ്തവനാണെന്ന്. ആ കുറ്റം ചെയ്ത ആളെ എന്തിന് DYFIയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം? കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷിച്ചു. അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന ജയിലിൽ ഉള്ള ഒരാൾക്ക് നാട്ടിൽ പ്രവർത്തനം നടത്താൻ കഴിയും. DYFIയുടെ ജില്ലാ നേതൃനിരയിലേക്ക് വരേണ്ട ആളുകൾ എങ്ങനെയുള്ളവരാ? ഏത് പാർട്ടീൻ്റെ ആയാലും ജില്ലാ നേതൃനിരയിലേക്ക് വരേണ്ട ആളുകൾ നാളെ ഇവിടുത്തെ ജനതയുടെ, യുവജനങ്ങളുടെ, ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി പറ്റുന്ന ഒരാളല്ലേ. ഈ നാട്ടിൽ അതിന് മാത്രം വേറെ ആളില്ലാണ്ടാണോ? കോടതി ശിക്ഷിച്ച് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആളുകളെ, പത്മകുമാറിനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു കുറ്റപത്രം വരട്ടെ, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിലും കോടതി ശിക്ഷിച്ചോ അപ്പോഴല്ലേ രാജിവെക്കണ്ടു എന്നൊക്കെ പറയുന്ന നിങ്ങൾ, കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ എന്തിന് DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു? അത് നൽകുന്ന സന്ദേശം എന്താണ്? അത് ജനത്തോടുള്ള വെല്ലുവിളിയാണ്. അത് നൽകുന്ന സന്ദേശം, നിങ്ങൾ പഴയ രീതിയിൽ നിന്ന് ഒരു അണുവിട മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി മാറുമില്ല എന്നുള്ളത് തന്നെയാണ്. കൊയ്ന്ന മാഷ് പറഞ്ഞില്ല, ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട എന്നുള്ളത്. പയ്യന്നൂർ പ്രദേശത്ത് വലിയ പ്രശ്നമാണ്, പാർട്ടിയിൽ വലിയ പ്രശ്നമാണ്, DYFIയിൽ വലിയ പ്രശ്നമാണ് എന്ന് സംസ്ഥാന കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട്. പരോളിലിറങ്ങി വന്നിട്ട് പടക്കം പൊട്ടിക്കലും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയ ഒരു ആളാണ് നിഷാദ്. എന്നിട്ട് അദ്ദേഹത്തെയാണ് ഇപ്പോൾ DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. വേറെ എത്ര ചെറുപ്പക്കാരുണ്ട് ഈ നാട്ടിൽ, വേറെ എത്ര ആളുകളുണ്ട്. അവർക്കത് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കുമ്പോൾ അർഹിക്കുന്ന പദവി കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം പാർട്ടിയിലുണ്ട്, പഞ്ചായത്ത് മെമ്പറാണ്. എന്തിനാ DYFI പോലുള്ളൊരു സംഘടനയിൽ? അപ്പോൾ പറയും DYFI പാർട്ടീൻ്റെ ഭാഗമല്ല എന്ന് വേണമെങ്കിൽ വാദത്തിന് പറയാം. പക്ഷേ DYFIൻ്റെ ജില്ലാ കമ്മിറ്റിയിലുള്ള ഓരോരുത്തരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിരിക്കും, ഓരോരുത്തരും ബ്രാഞ്ച് കമ്മിറ്റി എങ്കിലും ആയിരിക്കും. അവർ പാർട്ടിയായിട്ട് ബന്ധമുള്ളവരായിരിക്കും. പാർട്ടി ഫ്രാങ്ഷൻ ചേർന്ന് ഫ്രാങ്ഷനിലൂടെയാണ് ആര് ജില്ലാ നേതൃത്വത്തിലേക്ക് വരണം, ആര് കമ്മിറ്റിയിലേക്ക് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് CPM പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകളും ജില്ലാ കമ്മിറ്റിയും കൂടി ചേർന്നിട്ടാണ്. ആ CPMൻ്റെ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ DYFI ചേർന്നിട്ടാണ് ഒരു കോടതി ശിക്ഷിച്ച പ്രതി, സമ്മേളനത്തിൽ പ്രതിനിധി പോലുമല്ല, അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ
അദ്ദേഹത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതായിരുന്നു, ഇനിയെങ്കിലും മാറ്റി നിർത്തേണ്ടതാണ്. കുറ്റകരമായ തെറ്റാണ് ഇത്. ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ആ ഭരണം കിട്ടാത്തതോ ഇലക്ഷൻ്റെ പരാജയമോ മറ്റു കാര്യങ്ങളോ ഒരു ചർച്ചയും ഉണ്ടാവില്ല എന്ന്. മാധ്യമങ്ങൾ ആരും ഡിവൈഎഫ്ഐൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നത് പോലും അറിഞ്ഞിട്ടില്ല. മറ്റ് ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം നേതൃത്വത്തിനെതിരെ CPM-നെതിരെയൊക്കെയുള്ള ശക്തമായ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സമ്മേളനം ചേർന്നതും സമ്മേളനം കഴിഞ്ഞതും ആരും അറിഞ്ഞിട്ടില്ല. കാരണം എന്താ പറയുക, അവിടെ ആ നിലയിലുള്ള ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. നിഷാദിനെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്താക്കിയത് അത് ഡിവൈഎഫ്ഐയുടെ അധപ്പതനമാണ്, ഡിവൈഎഫ്ഐയുടെ പരാജയമാണ്. അത് അംഗീകരിക്കാൻ പറ്റാത്ത പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇതിൻ്റെ ഭാഗങ്ങളിൽ ഡിവൈഎഫ്ഐക്കാർ ഒരു പക്ഷേ വല്ലാത്ത നിലയിൽ തെറി വിളിക്കാൻ വരുമായിരിക്കും. ഞാനത് അന്തസ്സോടെ ഏറ്റെടുക്കും. കാരണം ഞാൻ അതുപോലെ സ്നേഹിച്ച പഞ്ചാബിലെ ലുധിയാനയിൽ രക്തം കൊണ്ട് ചുവന്ന രക്തവർണ്ണ നക്ഷത്രാങ്കിത ശുഭ്ര പതാകയുള്ള ആ ഡിവൈഎഫ്ഐ ഇങ്ങനെയല്ല. ആ ഡിവൈഎഫ്ഐ ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നൽകുന്ന സന്ദേശം അങ്ങേറ്റത്തെ എന്താ പറയേണ്ടത്, പ്രതിഷേധം നിറഞ്ഞതാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. എത്രയോ വളർന്നു വരാനുള്ള നേതൃത്വ നിരയിലുള്ള ആളുകൾ, അർഹതയുള്ള ആളുകളുണ്ട്. അവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ കോടതി ശിക്ഷിച്ച ഒരു പ്രതി, കോടതി ശിക്ഷിച്ചാൽ പിന്നെ പ്രതിയാണല്ലോ, അല്ലെങ്കിൽ പിന്നെ ആരോപിതൻ എന്നൊക്കെയാണല്ലോ പറയുക. ശിക്ഷിച്ച പ്രതിയാണ് എന്ന് പറയാം എന്ന് പാർട്ടിയും പഠിപ്പിച്ചിട്ടുണ്ട്. കോടതി പറയുന്നതാണല്ലോ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ CBIനെ കൂട്ടിലിട്ട തത്താന്ന് DYFI ഉൾപ്പെടെ പറയുന്നത്. കോടതി പറഞ്ഞിട്ടല്ലേ. ആ കോടതി പറഞ്ഞു നിഷാദ് പ്രതിയാണ്, കുറ്റം ചെയ്തവനാണ്, കുറ്റക്കാരനാണെന്ന്. ആ കുറ്റക്കാരനെ DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാക്കിയത് കുറ്റകരമാണ്, പ്രതിഷേധാർഹമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.